ധ്യാനം, ശാന്തതയ്ക്കുള്ള ഒരു യാത്ര, ഒരു ജീവിതശൈലി. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ധ്യാനിക്കാനിരിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നതിനു പകരം കൂടുതൽ അസ്വസ്ഥമാകുന്നു, ചിന്തകളുടെ ഒരു കടൽ തന്നെ രൂപം കൊള്ളുന്നു. ചിലപ്പോൾ ഭൂതകാലത്തിലെ ഓർമ്മകളും മറ്റു ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ശരീരത്തിൽ അസ്വസ്ഥതയുമുണ്ടാകും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ധ്യാനം മതിയാക്കാൻ തോന്നാറില്ലേ? എന്നാൽ ധ്യാനമെന്നത് കണ്ണുകളടച്ച് കുറച്ചുനേരം ശാന്തമായി ഇരിക്കുന്നതിനേക്കാൾ ആഴമുള്ള ഒരനുഭവമാണ്. പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ധ്യാനം ഒരു സാധാരണ പ്രവൃത്തി മാത്രമല്ല, ആത്മാവിന്റെ പരമമായ അവസ്ഥ നേടുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്. ഇത് നിങ്ങളെ പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തിയുമായി ബന്ധിപ്പിക്കുന്ന വാതിലാണ്. ഈ അനന്തമായ ശക്തി നമുക്ക് ലഭിക്കുന്നത് ശരിയായ രീതിയിൽ ധ്യാനം ചെയ്യുമ്പോൾ മാത്രമാണ്. ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ശരിയായ ഒരു രീതിയും ശരിയായ മാനസികാവസ്ഥയും ആവശ്യമാണ്. ഇത് ഗൗരവമായി ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ ഇതിന് കഴിയും. ഈ വീഡിയോയുടെ അവസാനം ധ്യാനത്തെ 10 മടങ്ങ് ശക്തിപ്പെടുത്തുന്ന ഒരു രഹസ്യം ഞങ്ങൾ നിങ്ങളോട് പറയും. അതിനാൽ ഈ മുഴുവൻ ലേഖനവും ശ്രദ്ധയോടെ വായിക്കുക, കാരണം ഈ അറിവിന് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകാനുള്ള ശക്തിയുണ്ട്. ധ്യാനം വെറും വിശ്രമമല്ല, ആത്മാവിന്റെ ഉണർവ്. സാധാരണയായി ആളുകൾ ധ്യാനം എന്നാൽ കണ്ണടച്ച് കുറച്ചുനേരം ആഴത്തിൽ ശ്വാസമെടുക്കുന്നതിനെയാണ് വിശ്രമമായി കാണുന്നത്. മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനുമുള്ള ഒരു വിദ്യയായി അവർ ഇതിനെ കരുതുന്നു. എന്നാൽ പരമഹംസ യോഗാനന്ദൻ ധ്യാനത്തെ ഇതിനേക്കാൾ ആഴത്തിൽ വിശേഷിപ്പിക്കുന്നു. യോഗാനന്ദൻ പറയുന്നു, ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ള ഒരു വഴി മാത്രമല്ല, ഈശ്വരനുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള താക്കോലാണ്. അതായത് ധ്യാനം മാനസികമായ ആശ്വാസം നൽകുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, ആത്മാവിനെ ഉണർത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. നമ്മുടെ അസ്തിത്വത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങാനും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന അനന്തമായ ഊർജവുമായി ബന്ധപ്പെടാനും നമ്മളെ സഹായിക്കുന്ന ഒരു മാർഗമാണിത്. ധ്യാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ആത്മാവിന്റെ ഉണർവ്. ഒരു വ്യക്തി ധ്യാനത്തിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ അവൻ തന്റെ പരിമിതമായ ശരീരത്തിനും മനസ്സിനുമപ്പുറം തന്റെ ആത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങുന്നു. മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നു. ഉള്ളിൽ ഒരു ആഴത്തിലുള്ള സമാധാനവും ആനന്ദവും ഉണരുന്നു. താൻ വെറുമൊരു ശരീരമോ മനസ്സോ അല്ല, ഒരു അനന്തമായ ഊർജത്തിന്റെ ഉറവിടമാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. പരമഹംസ യോഗാനന്ദൻ തന്റെ പുസ്തകമായ ഒരു യോഗിയുടെ ആത്മകഥയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങുമ്പോൾ ഈശ്വരന്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാൻ കഴിയും. ഇത് ഒരു സങ്കല്പമല്ല, മറിച്ച് ഒരു യഥാർത്ഥ അനുഭവമാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. ധ്യാനം ഇത്രയധികം ശക്തമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല? ശരിയായ മാർഗനിർദ്ദേശമില്ലാതെ ആത്മസാക്ഷാത്കാരം അസാധ്യം. ധ്യാനത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്, ആളുകൾ ഒരു മാർഗനിർദ്ദേശവുമില്ലാതെ ഇത് ചെയ്യാൻ തുടങ്ങുന്നു എന്നതാണ്. എവിടെ നിന്നെങ്കിലും ഒരു സാധാരണ ടെക്നിക് പഠിച്ചു തുടങ്ങുന്നു, പക്ഷേ ആഴങ്ങളിലേക്കിറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ ശരിയായ രീതി പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. രീതി ശരിയല്ലെങ്കിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കും. ധ്യാനം ചെയ്യുമ്പോൾ ഉറക്കം വരും, അല്ലെങ്കിൽ മനസ്സിന് മടുപ്പ് തോന്നും. യോഗാനന്ദൻ പറയുന്നു, ഒരു വ്യക്തിക്ക് കോണിപ്പടിയില്ലാതെ ഒരു ഉയരമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ എത്താൻ കഴിയില്ല. അതുപോലെ ശരിയായ രീതിയില്ലാതെ ധ്യാനത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്കെത്താൻ അസാധ്യമാണ്. അപ്പോൾ ശരിയായ രീതി എന്താണ്? പ്രത്യേകമായ ഒരു ഇരിപ്പ് ആവശ്യമുണ്ടോ? ശ്വാസം നിയന്ത്രിക്കുന്നത് നിർബന്ധമാണോ? മന്ത്രങ്ങൾ ജപിക്കണോ? ധ്യാനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമറിയാൻ അടുത്ത ഭാഗത്തിൽ നമ്മൾ ശരിയായ ധ്യാനരീതിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. ഈ രീതി ധ്യാനത്തെ ലളിതമാക്കുക മാത്രമല്ല, അതിനെ വളരെ ഫലപ്രദമാക്കുകയും ചെയ്യും. ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അത്ഭുതകരമായ ശക്തിയും സമാധാനവും അനുഭവിക്കാൻ കഴിയും. മുന്നോട്ടു പോകുന്നതിനു മുമ്പ് ഈ അറിവ് വെറുതെ വായിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ധ്യാനം ചെയ്യുന്ന സ്ഥലം അതിനെ സ്വാധീനിക്കുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ഒരു ശാന്തമായ സ്ഥലത്തിരിക്കുമ്പോൾ മനസ്സ് ശാന്തവും ലളിതവുമാകുന്നു. എന്നാൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരുതരം അസ്വസ്ഥതയും അസഹ്യതയും തോന്നുന്നു. ഉദാഹരണത്തിന്, ഒരു അമ്പലത്തിലോ ആശ്രമത്തിലോ പ്രകൃതിഭംഗിയുള്ള സ്ഥലത്തോ മലകൾ, നദികളിരിക്കുമ്പോൾ ഒരുതരം സമാധാനം തോന്നാറില്ലേ? എന്നാൽ തിരക്കുള്ള സ്ഥലത്തോ നെഗറ്റീവ് ഊർജം നിറഞ്ഞ സ്ഥലത്തോ ഇരിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. ഇത് വെറുമൊരു യാദൃച്ഛികമല്ല. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഒരു വിത്തിന് ഫലഭൂയിഷ്ഠമായ മണ്ണ് ആവശ്യമുള്ളതുപോലെ ധ്യാനത്തിന് ശരിയായ ഒരു അന്തരീക്ഷം ആവശ്യമാണ്. നിങ്ങൾ അശാന്തവും നെഗറ്റീവുമായ സ്ഥലത്ത് ധ്യാനിക്കാനിരുന്നാൽ മനസ്സിനെ ശാന്തമാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ധ്യാനം ഫലപ്രദമാക്കാൻ ശരിയായ സ്ഥലവും അന്തരീക്ഷവും തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ധ്യാനത്തിന് ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കുക. ധ്യാനത്തിന്റെ വിജയം നിങ്ങൾ എവിടെ വെച്ചാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. യോഗാനന്ദൻ ധ്യാനത്തിനായി
ചില പ്രത്യേക തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശാന്തവും സ്ഥിരവുമായ സ്ഥലം തിരഞ്ഞെടുക്കുക. ഒച്ചപ്പാടോ ശല്യപ്പെടുത്തലുകളോ ഇല്ലാത്ത ഒരിടം തിരഞ്ഞെടുക്കുക. ഇടയ്ക്കിടെ ആരും വന്ന് ശല്യപ്പെടുത്താത്ത ഒരിടം. മൊബൈൽ ഫോണുകളും മറ്റു ഉപകരണങ്ങളും ഓഫാക്കുക. ഒരേ സ്ഥലത്ത് ധ്യാനിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും പോകുമ്പോൾ ഒരുതരം സമാധാനം അനുഭവപ്പെടുന്നത്? കാരണം അവിടെ ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. യോഗാനന്ദൻ പറയുന്നു, എവിടെയാണോ ധ്യാനം ചെയ്യുന്നത് അവിടെ ഊർജം സംഭരിക്കപ്പെടുന്നു. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് ധ്യാനം ചെയ്താൽ അവിടെ പോസിറ്റീവ് ഊർജം ശേഖരിക്കപ്പെടും. ഇത് ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ സഹായിക്കും. പ്രകൃതിഭംഗിയുള്ള സ്ഥലങ്ങൾ ഏറ്റവും മികച്ചതാണ്. നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ തുറന്ന അന്തരീക്ഷത്തിൽ ധ്യാനം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. പുഴയുടെ തീരത്ത്, മലകളിൽ, മരങ്ങളുടെ ചുവട്ടിൽ, ഒരു ശാന്തമായ ഉദ്യാനത്തിൽ. ഇത്തരം സ്ഥലങ്ങളിൽ ധ്യാനം ചെയ്യുമ്പോൾ മനസ്സ് പെട്ടെന്ന് ശാന്തമാകും. പുരാതന മുനിമാരും യോഗികളും എപ്പോഴും പ്രകൃതിയിൽ ധ്യാനിച്ചിരുന്നു, കാരണം അവിടെ ശുദ്ധമായ ഊർജമുണ്ട്. ധ്യാനത്തിന് ശരിയായ അന്തരീക്ഷം എങ്ങനെയുണ്ടാക്കാം? നിങ്ങൾ വീട്ടിലാണ് ധ്യാനം ചെയ്യുന്നതെങ്കിൽ അന്തരീക്ഷം അനുകൂലമാക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചന്ദനത്തിരിയോ ധൂപമോ കത്തിക്കുക. ചന്ദനത്തിരിയോ ധൂപമോ കത്തിക്കുന്നത് അന്തരീക്ഷം ശുദ്ധവും പോസിറ്റീവ് ഊർജത്താൽ നിറയ്ക്കാനും സഹായിക്കും. യോഗാനന്ദൻ പറയുന്നു, സുഗന്ധം മനസ്സിനെ ധ്യാനത്തിനായി തയ്യാറാക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ്. ശാന്തമായ സംഗീതം. ചില ആളുകൾക്ക് ധ്യാനസമയത്ത് ശാന്തമായ സൂഫി സംഗീതമോ മന്ത്രങ്ങളോ പ്രകൃതിയുടെ ശബ്ദങ്ങളോ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം പ്രയോജനകരമായി തോന്നാം. സംഗീതം ശാന്തമാകാനും ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. വെളിച്ചം കുറയ്ക്കുക. ധ്യാനത്തിന് കുറഞ്ഞ വെളിച്ചമോ മെഴുകുതിരിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വളരെ തീവ്രമായ വെളിച്ചം മനസ്സിനെ സജീവമാക്കും, എന്നാൽ കുറഞ്ഞ വെളിച്ചം മനസ്സിനെ ശാന്തമാക്കും. മുറി വൃത്തിയായി സൂക്ഷിക്കുക. ധ്യാനം ചെയ്യുന്ന സ്ഥലം വൃത്തിയില്ലാത്തതോ ക്രമരഹിതമായതോ ആകരുത്. ഒരു വൃത്തിയുള്ള, ശാന്തമായ, ചിട്ടയായ സ്ഥലം മനസ്സിനെയും ക്രമപ്പെടുത്താൻ സഹായിക്കും. ശരിയായ സ്ഥലത്തിന്റെ സ്വാധീനം. ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാട്. ധ്യാനത്തിന് ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രാധാന്യം ആധുനിക ശാസ്ത്രവും അംഗീകരിക്കുന്നു. ന്യൂറോ സയൻസ് അനുസരിച്ച് നമ്മൾ ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനെ ധ്യാനത്തിനുള്ള സ്ഥലമായി കണക്കാക്കുകയും അവിടെ ഇരിക്കുമ്പോൾ തന്നെ ശാന്തമായ അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യും. ബുദ്ധസന്യാസിമാരും യോഗികളും ഇന്നും ധ്യാനത്തിനായി പ്രത്യേക ഊർജ്ജമേഖലകൾ, പവർ സ്പോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിമാലയം, വാരണാസി, ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ. ഇപ്പോൾ സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, എന്താണ് ശരിയായ ധ്യാനമുദ്ര? കാരണം ശരീരം ശരിയായ അവസ്ഥയിലല്ലെങ്കിൽ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്. ശരിയായ ധ്യാനമുദ്ര. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ എപ്പോഴെങ്കിലും ധ്യാനം ചെയ്യുമ്പോൾ ക്ഷീണം, അലസത അല്ലെങ്കിൽ അസ്വസ്ഥത എന്നിവ അനുഭവിച്ചിട്ടുണ്ടോ? പലർക്കും ധ്യാനം ചെയ്യുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട്. പുറം വളയുന്നു, ശരീരത്തിൽ മുറുക്കം വരുന്നു, ധ്യാനം ആഴത്തിലാകുന്നില്ല. എന്താണ് കാരണം? തെറ്റായ മുദ്രയാണ് കാരണം. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ധ്യാനം വെറും കണ്ണടയ്ക്കുന്ന പ്രക്രിയയല്ല. ഇത് നിങ്ങളുടെ ഊർജത്തെ ദിവ്യചൈതന്യത്തിലേക്ക് നയിക്കുന്ന ഒരു പാതയാണ്. എന്നാൽ നട്ടെല്ല് നേരെ അല്ലെങ്കിൽ ഊർജപ്രവാഹം തടസ്സപ്പെടും. ശരിയായ ധ്യാനമുദ്ര സ്വീകരിക്കുന്നത് ഊർജപ്രവാഹത്തെ വേഗത്തിലും സ്ഥിരതയോടെയും നിലനിർത്താൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് പോകാൻ എളുപ്പമാക്കുകയും ചെയ്യും. ശരിയായ ധ്യാനമുദ്ര. കറക്റ്റ് പോസ്ചർ ഫോർ മെഡിറ്റേഷൻ. നട്ടെല്ല് നേരെ വയ്ക്കുക. ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം നട്ടെല്ല് നേരെ വയ്ക്കുക എന്നതാണ്. പുറം വളയരുത്, എന്നാൽ അമിതമായി ഉറച്ചതുമാകരുത്. നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ഒരു നേർത്ത നൂൽ നിങ്ങളെ മുകളിലേക്ക് വലിക്കുന്നതുപോലെ സങ്കൽപ്പിക്കുക. നട്ടെല്ല് നേരെയായിരിക്കുമ്പോൾ ഊർജം സഹസ്രാര ചക്രത്തിലേക്ക്, തലയുടെ മുകൾ ഭാഗത്തുള്ള ചക്രം എത്താൻ കഴിയും. ശാസ്ത്രവും ഇത് അംഗീകരിക്കുന്നു. നമ്മൾ വളഞ്ഞിരിക്കുമ്പോൾ ശ്വാസകോശത്തിന്റെ ശേഷി കുറയുന്നു. എന്നാൽ നമ്മൾ നേരെ ഇരിക്കുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുകയും മസ്തിഷ്കം കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുകയും ചെയ്യുന്നു. തോളുകൾ അയച്ചിടുക. ധ്യാനസമയത്ത് ശരീരത്തിന് അനാവശ്യമായ സമ്മർദ്ദം നൽകരുത്. തോളുകൾ ശാന്തവും അയഞ്ഞതുമായിരിക്കണം. കൈകളുടെ ശരിയായ മുദ്ര. മുദ്രാസ് ഫോർ മെഡിറ്റേഷൻ. ജ്ഞാനമുദ്ര. തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇത് അറിവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. ധ്യാനമുദ്ര. 2 കൈകളും മടിയിൽ വയ്ക്കുക. വലത് കൈ ഇടത് കൈക്ക് മുകളിൽ വെച്ച് തള്ളവിരലുകൾ തമ്മിൽ ചേർക്കുക. കൈകളുടെ ഈ പ്രത്യേക മുദ്രകൾ ഊർജത്തെ സന്തുലിതമാക്കാൻ സഹായിക്കും. കാലുകളുടെ സ്ഥാനം. ലെഗ് പൊസിഷൻ. പദ്മാസനം, ലോട്ടസ് പൊസിഷൻ ഏറ്റവും ഫലപ്രദമായ മുദ്രയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ തുടക്കക്കാർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കാം. സുഖാസനം, ഈസി പോസ്. കാലുകൾ ക്രോസ് ചെയ്ത് സൗകര്യപ്രദമായ രീതിയിലിരിക്കുക. കസേരയിൽ ധ്യാനം.
നിലത്തിരിക്കാൻ സാധിക്കാത്തവർക്ക് കസേരയിലിരുന്നും ധ്യാനം ചെയ്യാം. എന്നാൽ കാലുകൾ നിലത്ത് നേരെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ധ്യാനമുദ്രയുടെ രഹസ്യം: നട്ടെല്ലും ഊർജവും തമ്മിലുള്ള ബന്ധം. നട്ടെല്ല് വെറും അസ്ഥികളുടെ ഒരു കൂട്ടം മാത്രമല്ല, ഊർജത്തിന്റെ ഒരു പാതയാണെന്ന് നിങ്ങൾക്കറിയാമോ? പരമഹംസ യോഗാനന്ദൻ പറയുന്നു, മനുഷ്യന്റെ നട്ടെല്ലിൽ സൂക്ഷ്മമായ ഊർജ കേന്ദ്രങ്ങളുണ്ട്. അവയെ ചക്രങ്ങൾ എന്ന് വിളിക്കുന്നു. ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ നട്ടെല്ല് നേരെ വെച്ചാൽ ഈ ഊർജം സഹസ്രാര ചക്രത്തിലേക്ക് എളുപ്പത്തിലെത്തുന്നു. ഇത് ഉയർന്ന ആത്മീയ അനുഭവങ്ങൾക്ക് കാരണമാകുന്നു. നട്ടെല്ല് നേരെയാകുമ്പോൾ എന്ത് സംഭവിക്കും? ഊർജം മുകളിലേക്ക് ഒഴുകുന്നു. ധ്യാനത്തിന് ആഴം വരുന്നു. മാനസിക സമാധാനവും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. നട്ടെല്ല് വളഞ്ഞിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഊർജം താഴേക്കൊഴുകുന്നു. ധ്യാനസമയത്ത് അലസതയും മടിയും അനുഭവപ്പെടുന്നു. മനസ്സ് സ്ഥിരമല്ലാതാകുന്നു. അതുകൊണ്ട് ധ്യാനസമയത്ത് നട്ടെല്ല് നേരെ വെക്കേണ്ടത് വളരെ പ്രധാനമാണ്. ശരിയായ മുദ്ര ധ്യാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ: നിങ്ങൾ ശരിയായ മുദ്രയിലിരുന്ന് ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകും. ശരീരത്തിൽ പോസിറ്റീവ് ഊർജത്തിന്റെ പ്രവാഹം വർദ്ധിക്കുന്നു. ധ്യാനത്തിന്റെ ആഴം കൂടുന്നു. ദിവ്യാനുഭവങ്ങൾ ലഭിക്കുന്നു. ഇതുവരെ നമ്മൾ ധ്യാനത്തിന് ശരിയായ സ്ഥലവും മുദ്രയും എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കി. എന്നാൽ ധ്യാനത്തെ ആഴമുള്ളതും ഫലപ്രദവുമാക്കാൻ ശ്വാസത്തിന്റെ ശരിയായ നിയന്ത്രണവും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ശ്വാസം അസന്തുലിതമാണെങ്കിൽ ധ്യാനം ആഴത്തിലാകില്ല. ശ്വാസത്തിന്റെ നിയന്ത്രണം: പ്രാണായാമം. നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം വേഗത്തിലാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പൂർണ്ണമായും ശാന്തനായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം സ്വയം സാവധാനത്തിലാകുന്നു. ഇത് യാദൃച്ഛികമല്ല. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ശ്വാസത്തെ നിയന്ത്രിച്ച് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. ധ്യാനത്തിലെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ശ്വാസത്തിന്റെ ശരിയായ നിയന്ത്രണമാണ്. അതിനെ പ്രാണ എന്ന് വിളിക്കുന്നു. ശ്വാസവും മനസ്സും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം. നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ശ്വാസം ക്രമരഹിതവും വേഗത്തിലുമായിരിക്കും. ഇത് മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ ശ്വാസം സാവധാനത്തിലും ആഴത്തിലുമായിരിക്കും. ഇത് മനസ്സിനെയും ശാന്തമാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയും. യോഗാനന്ദൻ പറയുന്നു, മനസ്സും ശ്വാസവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സ് സ്വയം സ്ഥിരമാകും. പ്രാണായാമത്തിന്റെ ശക്തി: പ്രാണായാമം എന്നാൽ പ്രാണൻ, ജീവിത ഊർജം നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ പ്രാണൻ എന്ന ഊർജം ഒഴുകുന്നു. ഇത് ശരിയായ രീതിയിൽ നിയന്ത്രിച്ചാൽ മനസ്സിനും ആത്മാവിനും ഊർജം നൽകാൻ കഴിയും. ശരിയായ രീതിയിൽ ശ്വാസമെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിൽ ഓക്സിജൻ പ്രവാഹം വർദ്ധിക്കുന്നു. മനസ്സ് പെട്ടെന്ന് ശാന്തമാകാൻ തുടങ്ങുന്നു. ഊർജപ്രവാഹം സന്തുലിതമാകുന്നു. ഇത് ധ്യാനം ആഴത്തിലാക്കുന്നു. നെഗറ്റീവ് ചിന്തകളും വികാരങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്നു. പ്രാണായാമം ചെയ്യാനുള്ള രീതി: ധ്യാനത്തിനു മുമ്പ് ഈ 3 ഘട്ടങ്ങളിലൂടെ ശ്വാസം നിയന്ത്രിക്കുക. 1. ആഴത്തിൽ ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക. മൂക്കിലൂടെ സാവധാനത്തിൽ ആഴത്തിൽ ശ്വാസമെടുക്കുക, സാവധാനത്തിൽ പുറത്തുവിടുക. ശ്വാസമെടുക്കുമ്പോൾ ശുദ്ധമായ ഊർജം പ്രാണൻ സ്വീകരിക്കുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം പുറത്തുവിടുമ്പോൾ സമ്മർദ്ദവും നെഗറ്റീവ് ഊർജവും പുറത്തുപോകുന്നതായി സങ്കൽപ്പിക്കുക. 5 മിനിറ്റ് ഈ പ്രക്രിയ ആവർത്തിക്കുക. 2. ഹോങ്സോ രീതി, ഹോങ്സോ ടെക്നീക്ക്. യോഗാനന്ദൻ ധ്യാനത്തിനായി ഹോങ്സോ പ്രാണായാമത്തെ ഏറ്റവും ശക്തമായ രീതിയായി വിശേഷിപ്പിക്കുന്നു. എന്താണ് ഹോങ്സോ രീതി? നിങ്ങൾ ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ മനസ്സിൽ ഹോങ് എന്ന് ജപിക്കുക. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സിൽ സോ എന്ന് ജപിക്കുക. ഈ രീതിയുടെ ഗുണങ്ങൾ: ശ്വാസത്തിന്റെ വേഗത കുറയുന്നു. മനസ്സ് സ്വയം ഏകാഗ്രമാകാൻ തുടങ്ങുന്നു. ധ്യാനത്തിന് ആഴം വരുന്നു. പ്രധാനപ്പെട്ട കാര്യം: ഈ മന്ത്രം ഉറക്കെ പറയരുത്, മനസ്സിൽ മാത്രം ആവർത്തിക്കുക. 3. ശ്വാസത്തിന്റെ വേഗത കുറയ്ക്കുക. പതിയെ പതിയെ നിങ്ങളുടെ ശ്വാസത്തിന്റെ വേഗത വളരെ കുറയും. ഇതെപ്പോഴാണ് സംഭവിക്കുക? നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുമ്പോൾ. യോഗാനന്ദൻ പറയുന്നു, ഏതു ദിവസം നിങ്ങളുടെ ശ്വാസം പൂർണ്ണമായും സ്ഥിരമാകുന്നുവോ ആ ദിവസം നിങ്ങളുടെ മനസ്സും പൂർണ്ണമായും സ്ഥിരമാകും. ധ്യാനസമയത്ത് മനസ്സിനെ എങ്ങനെ ഏകാഗ്രമാക്കാം? ധ്യാനിക്കാനിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം മനസ്സ് അലഞ്ഞു നടക്കുന്നു എന്നതാണ്. പഴയ കാര്യങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ചെറിയ ചെറിയ ചിന്തകൾ എന്നിവ ധ്യാനത്തെ തടസ്സപ്പെടുത്തുന്നു. യോഗാനന്ദൻ പറയുന്നു, മനസ്സിന്റെ സ്വഭാവം അലഞ്ഞു നടക്കുക എന്നതാണ്. പക്ഷേ അതിനെ ശരിയായ രീതിയിൽ ഏകാഗ്രമാക്കാൻ കഴിയും. ധ്യാനസമയത്ത് മനസ്സ് അലഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ട്? ധ്യാനം തുടങ്ങുമ്പോൾ പഴയ ചിന്തകൾ വരുന്നു. മനസ്സ് ഭൂതകാലത്തിലെയും ഭാവിയുടെയും ആശങ്കകളിൽ കുടുങ്ങുന്നു. ഞാൻ ശരിയായിട്ടാണോ ചെയ്യുന്നത്? ഇത്ര സമയമായല്ലോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിനെ അലട്ടുന്നു. ഇതുകൊണ്ടാണ് ആളുകൾക്ക് ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്തത്.
മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വഴികൾ. 1. മൂന്നാം കണ്ണിൽ ആജ്ഞാചക്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടച്ച് പുരികങ്ങൾക്കിടയിലുള്ള മൂന്നാം കണ്ണ് അല്ലെങ്കിൽ ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടെ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിക്കുന്നുണ്ടെന്നും സങ്കൽപ്പിക്കുക. മനസ്സ് അലഞ്ഞു നടക്കുമ്പോൾ പതുക്കെ അതിനെ ഈ ബിന്ദുവിലേക്ക് തിരികെ കൊണ്ടുവരിക. യോഗാനന്ദൻ പറയുന്നു, മനസ്സ് മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആത്മീയ അവബോധത്തിന്റെ വാതിലുകൾ തുറക്കാൻ തുടങ്ങുന്നു. 2. ഓം എന്ന് മനസ്സിൽ ജപിക്കുക. ധ്യാനസമയത്ത് ഓം എന്ന് മനസ്സിൽ ജപിക്കുക. ഈ മന്ത്രം മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സ്പന്ദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഓം ജപിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം സ്ഥിരമാകും. എങ്ങനെ ചെയ്യണം? ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഓം ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ഊർജ്ജം പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഇതിന്റെ പ്രയോജനം നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകും, ധ്യാനത്തിന്റെ ആഴം കൂടും, ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. 3. മനസ്സിനെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുക. ധ്യാനസമയത്ത് ഒരു ചിന്ത വന്നാൽ അതിനോട് പോരാടരുത്, അതിനെ അനുഭവിക്കുകയും പതുക്കെ ശ്രദ്ധ ധ്യാനത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുക. ഒരു അമ്മ തന്റെ ചെറിയ കുട്ടിയെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നതുപോലെ നമ്മുടെ മനസ്സിനെയും കൈകാര്യം ചെയ്യണം. യോഗാനന്ദൻ പറയുന്നു, ധ്യാനസമയത്ത് ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ കൂടുതൽ പരിശീലിക്കുമ്പോൾ മനസ്സിന്റെ ചാഞ്ചല്യം കുറയും. ധ്യാനം ശരിയായി ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തു സംഭവിക്കും? നിങ്ങളുടെ ധ്യാനസമയം സ്വയം വർദ്ധിക്കാൻ തുടങ്ങും. ഉള്ളിൽ നിന്ന് ഒരു അത്ഭുതകരമായ സമാധാനം അനുഭവപ്പെടും. ആത്മീയ ഊർജ്ജത്തിന്റെ പ്രവാഹം അനുഭവപ്പെടാൻ തുടങ്ങും. ചില ആളുകൾ ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിൽ ദിവ്യവെളിച്ചം, വൈബ്രേഷൻസ് അല്ലെങ്കിൽ ദിവ്യശബ്ദം എന്നിവയും അനുഭവിക്കാൻ തുടങ്ങും. ഇതുവരെ നമ്മൾ ധ്യാനത്തിന് ശരിയായ സ്ഥലവും അന്തരീക്ഷവും എങ്ങനെ ഉണ്ടാക്കാം, ധ്യാനത്തിന്റെ ശരിയായ മുദ്ര എന്തായിരിക്കണം, ശ്വാസം എങ്ങനെ നിയന്ത്രിക്കണം, ധ്യാനസമയത്ത് മനസ്സിനെ എങ്ങനെ ഏകാഗ്രമാക്കാം എന്നൊക്കെ മനസ്സിലാക്കി. എന്നാൽ ധ്യാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ധ്യാനത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള അനുഭവങ്ങൾ. ധ്യാനം വെറും മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല, അതൊരു ദിവ്യാനുഭവമാണ്. ധ്യാനം ആഴത്തിലായി തുടങ്ങുമ്പോൾ അത് വെറുമൊരു മാനസിക പ്രക്രിയ അല്ലാതായി മാറുന്നു, അതൊരു ദിവ്യയാത്രയായി മാറുന്നു. പരമഹംസ യോഗാനന്ദൻ തന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ധ്യാനം ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദിവ്യമായ വെളിച്ചം കാണാനും ആത്മാവിന്റെ ശബ്ദം കേൾക്കാനും ഉന്നതമായ ബോധം അനുഭവിക്കാനും കഴിയും. ധ്യാനത്തിലെ ആഴത്തിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ധ്യാനം ആഴത്തിലാകുമ്പോൾ ചില അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ആഴത്തിലുള്ള സമാധാനം, മനസ്സും ശരീരവും പൂർണ്ണമായും സ്ഥിരമാകുന്നു. പുറം ലോകത്തിന്റെ ബഹളങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി എന്നു തോന്നുന്നു. മനസ്സ് ഒരു ശുദ്ധമായ തടാകം പോലെ പൂർണ്ണമായും ശാന്തമാകുന്നു. ദിവ്യ വെളിച്ചം, ഡിവൈൻ ലൈറ്റ്. പലപ്പോഴും ധ്യാനസമയത്ത് ആന്തരികമായ വെളിച്ചം കാണാൻ കഴിയും. ഇത് ചിലപ്പോൾ ഒരു ചെറിയ നക്ഷത്രം പോലെയാകാം, ചിലപ്പോൾ സ്വർണ്ണപ്രകാശം പോലെയാകാം, അല്ലെങ്കിൽ നീലനിറമുള്ള ആഴത്തിലുള്ള പ്രകാശം പോലെയാകാം. ഇത് മൂന്നാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കാണാൻ കഴിയും. ദിവ്യശബ്ദം, ഡിവൈൻ സൗണ്ട്. ധ്യാനത്തിന്റെ ആഴത്തിലുള്ള അവസ്ഥയിൽ ആളുകൾ ഒരു ദിവ്യശബ്ദം, ഘണ്ടിയുടെ ശബ്ദം, മധുരമായ സംഗീതം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം പ്രപഞ്ചത്തിന്റെ സ്പന്ദനമാണ്, കോസ്മിക് വൈബ്രേഷൻസ്. ആത്മാവുമായി ബന്ധപ്പെടാനുള്ള അനുഭവം. ധ്യാനം ആഴത്തിലാകുമ്പോൾ അഹങ്കാരമില്ലാതാകാൻ തുടങ്ങുന്നു. നമ്മൾ ശരീരത്തിൽ നിന്ന് വേറിട്ട് കേവലം ഒരു ബോധമായി മാറിയെന്ന് തോന്നുന്നു. ഇതാണ് ആത്മാവിന്റെ യഥാർത്ഥ അനുഭവം. യോഗാനന്ദൻ പറയുന്നു, ധ്യാനം ഇത്രയധികം ആഴത്തിലാകുമ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ബോധം പോലും ഇല്ലാതാകുന്നു. അപ്പോൾ ആത്മാവ് സ്വയം വെളിപ്പെടുന്നു. ധ്യാനം കൂടുതൽ ആഴത്തിലാക്കാൻ എങ്ങനെ കഴിയും? ഇപ്പോൾ ചോദ്യമുയരുന്നു, ധ്യാനത്തെ എങ്ങനെ ഇത്രയധികം ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും? ഇതിനായി ചില പ്രത്യേക രീതികളുണ്ട്. ശ്വാസം കൂടുതൽ സാവധാനത്തിലാക്കുക. ധ്യാനസമയത്ത് ശ്വാസത്തിന്റെ വേഗത വളരെ കുറയ്ക്കുക. ശ്വാസം എത്രത്തോളം സാവധാനത്തിലാകുന്നുവോ അത്രത്തോളം മനസ്സ് സ്ഥിരമാകും. മൂന്നാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധ്യാനം ചെയ്യുമ്പോൾ പുരികങ്ങൾക്കിടയിലുള്ള ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടെ ദിവ്യപ്രകാശം വെളിപ്പെടും. നിഷ്കാമഭാവത്തോടെ ധ്യാനം ചെയ്യുക. ധ്യാനത്തിൽ നിന്ന് ഒരു പ്രതീക്ഷയും വെക്കരുത്. നിങ്ങൾ ഒരു അനുഭവത്തിനായി കാത്തിരിക്കുമ്പോൾ ധ്യാനം തടസ്സപ്പെടുന്നു. പൂർണ്ണ സമർപ്പണത്തോടും സമാധാനത്തോടും കൂടി മാത്രം ധ്യാനം ചെയ്യുക. ധ്യാനത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ധ്യാനം വെറുമൊരു പ്രവൃത്തി മാത്രമല്ല, അതൊരു ജീവിത ശൈലിയാണ്. പലരും ധ്യാനം തുടങ്ങാറുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് ഉപേക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ധ്യാനം ഒരു താത്കാലിക സാധനയല്ല, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പാതയാണ്. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ദിവസവും ധ്യാനം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ചോദ്യമിതാണ്, എങ്ങനെ ധ്യാനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം? ദിവസവും കുറഞ്ഞത് 15 മുതൽ 30 വരെ മിനിറ്റ് ധ്യാനം ചെയ്യുക.
തുടക്കത്തിൽ കൂടുതൽ സമയം ചിന്തിക്കരുത്. ദിവസവും 15 മുതൽ 30 വരെ മിനിറ്റ് മാത്രം ഇരിക്കുക. ഒരു സമയം നിശ്ചയിക്കുക. ഉദാഹരണത്തിന് രാവിലെ ഉണർന്നതിനു ശേഷം രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ധ്യാനത്തിനായി ഒരു നിശ്ചിത സ്ഥലം തീരുമാനിക്കുക. ദിവസവും ധ്യാനം ചെയ്യാൻ ഒരു സ്ഥിരമായ സ്ഥലം തീരുമാനിക്കുക. ഈ സ്ഥലം ശാന്തവും പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞതുമായിരിക്കണം. ധ്യാനത്തെ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നതുപോലെ ധ്യാനവും നിർബന്ധമാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ ജീവിതശൈലി മാറ്റുക. ധ്യാനം ചെയ്യുന്നതുകൊണ്ട് മാത്രം മനസ്സ് ശാന്തമാകില്ല, ജീവിതശൈലി ശാന്തമായിരിക്കണം. ഭക്ഷണം ലളിതവും സാത്വികവുമാക്കുക. നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. നടക്കുമ്പോഴും ധ്യാനം ചെയ്യുക. ധ്യാനം വെറും ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ല, നടക്കുമ്പോഴും ധ്യാനം അനുഭവിക്കുക. ധ്യാനത്തിന്റെ ഗുണങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങൾ എഴുതിവെക്കുക. ധ്യാനം ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? മനസ്സ് എത്രത്തോളം ശാന്തമായിരുന്നു? ധ്യാനത്തിന്റെ ആത്യന്തിക രഹസ്യം. ധ്യാനം വെറും സമാധാനം നേടാനുള്ള ഒരു ഉപാധിയാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? ആരെങ്കിലും ആദ്യമായി ധ്യാനം ചെയ്യുമ്പോൾ അത് മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും നല്ലതായി തോന്നാനും വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ വാക്കുകൾക്കതീതമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, നിങ്ങൾ ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാകുകയും നിങ്ങൾ പ്രപഞ്ചവുമായി ഒന്നാകുകയും ചെയ്യും. സമാധി, ധ്യാനത്തിന്റെ അന്തിമ അവസ്ഥ. ശരീരത്തിന്റെ അസ്തിത്വം അനുഭവപ്പെടില്ല. മനസ്സ് പൂർണ്ണമായും ശാന്തമാകും. സ്വയവും പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകും. ഒരു ദിവ്യ വെളിച്ചത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവമുണ്ടാകും. സമാധി ഒരു സങ്കല്പമല്ല, മറിച്ച് ഇത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ അനുഭവമാണ്. പരമഹംസ യോഗാനന്ദൻ സ്വയം സമാധിയുടെ അനുഭവം നേടി. അത് തന്റെ പുസ്തകത്തിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ധ്യാനത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക.